കർത്താവിൻ്റെ വലിയ സ്നേഹ സാന്നിധ്യം, ആ സാന്നിധ്യത്തിൻ്റെ നിറവിലും തികവിലുമാണ് നമ്മളിപ്പോഴായിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യെശയ്യാവിൻ്റെ പ്രവചനം 25-ാം അധ്യായം അതിൻ്റെ 8-ാം തിരുവചനം വചനം ഇപ്രകാരമാണ് പറയുക: സകലരുടെയും കണ്ണുനീര് ഞാൻ തുടച്ചു മാറ്റും, തൻ്റെ ജനത്തിൻ്റെ അപമാനം ഭൂമിയിൽ എല്ലായിടത്തുനിന്നും നീക്കിക്കളയും. വലതിരുത്തെന്ന് പറയാമോ? ഹാലേലുയാ. കരങ്ങൾ വീശുന്നു, സന്തോഷത്തോടെ പറഞ്ഞേ ഹാലേലുയാ. പ്രിയമുള്ളവരെ, ഈ രാത്രി ആരാധനയിൽ നമ്മൾ കർത്തൃസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയാണ്, സകലരുടെയും കണ്ണുനീര് ഞാൻ തുടച്ചു മാറ്റും. ഒരൊറപ്പ, ദൈവത്തിൻ്റെ ഒരൊറപ്പ, ദൈവത്തിൻ്റെ വചനം പറയുക. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ശുശ്രൂഷയിൽ ലോകമെമ്പാടും സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലുണ്ട് ചില കണ്ണുനീരുകൾ, അല്ലേ? ചില ഭാരങ്ങളുണ്ട്, ചില നൊമ്പരങ്ങളുണ്ട്, ചില തകർച്ചകളുണ്ട്. അങ്ങനെ പല വിധത്തിൽ ഭാരപ്പെട്ട് ഞെരുങ്ങിയിരിക്കുന്ന നമ്മളോട് ദൈവം പറയുക, സകലരുടെയും കണ്ണുനീര് അവിടുന്ന് തുടച്ചു മാറ്റും. എൻ്റെ ജനത്തിൻ്റെ അപമാനം ഭൂമിയിൽ എല്ലായിടത്തു നിന്ന് നീക്കിക്കളയും. വിശ്വസിച്ച് വലതെടുത്തെന്ന് പറയാമോ? ഹാലേലുയാ, ഹാലേലുയാ. അപ്പൊ പ്രിയമുള്ളവരെ, ഈ അപമാനം വ്യക്തി ജീവിതത്തിൽ നിന്ന് മാറുമെന്നല്ല പറഞ്ഞത്. നിന്റെ കുടുംബത്തിൽ നിന്നോ, നീ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നോ, ചുറ്റുപാടിൽ നിന്നോ, സ്വന്തക്കാരിൽ നിന്നോ, ബന്ധുജനത്തിൻ്റെ ഇടയിൽ നിന്ന് നിന്റെ അപമാന ഭാരം നീക്കിക്കളയുമെന്നല്ല ദൈവം പറഞ്ഞത്. ഭൂമി മുഴുവനിൽ നിന്ന് കർത്താവ് അത് തുടച്ചു നീക്കിക്കളയും. ഹാലേലുയാ. വലതേരോടുത്തെന്ന് പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. വലതേരോടുത്ത് നമുക്ക് ഈ വചനം നേറ്റു പറയാം. സകലരുടെയും കണ്ണുനീര് അവിടുന്ന് തുടച്ചു മാറ്റും. തന്റെ ജനത്തിന്റെ അപമാനം ഭൂമിയിൽ എല്ലായിടത്തു നിന്നും നീക്കിക്കളയും. ഹാലേലുയാ, ഹാലേലുയാ. ഇത് നീ വിശ്വസിക്കുന്നുണ്ടോ? നമ്മളിത് വിശ്വസിക്കുന്നുണ്ടോ? യെസ് എങ്കിൽ അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കരം പിടിച്ചിട്ട് ആ വ്യക്തിയുടെ ഈ വചനം എന്ന് പറഞ്ഞ്, കരം പിടിച്ച വ്യക്തിയുടെ ജീവനോ ജീവിതമോ ഒന്നും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം, ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തി കാണുന്നുണ്ട്. ദൈവം ആ വ്യക്തിയുടെ ഹൃദയ സ്പന്ദനത്തെ തിരിച്ചറിയുന്നുണ്ട്. ആ വ്യക്തിയോട് ഈ വചനം ഒന്ന് വിശ്വാസത്തിൽ പറയാണ്, സകലരുടെയും കണ്ണുനീര് അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി ആ വ്യക്തി ഒന്ന് സ്നേഹിച്ച് ആ വ്യക്തിയിൽ ഈ വചനം പറയുമ്പോൾ ഈ വചനത്തിൻ്റെ ദൂരവ്യാപകമായ ഫലം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ, ഒരുപക്ഷെ ബിസിനസ് മേഖലയിലായിരിക്കാം, പങ്കാളിയുടെ ജീവിതത്തിലായിരിക്കാം, മക്കളുടെ ജീവിതത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു മാരകമായ രോഗത്തിൻ്റെ അവസ്ഥയിലേക്കായിരിക്കാം. അവിടെ ആ കണ്ണുനീരിൻ്റെ കാരണങ്ങളിലേക്ക് ദൈവകൃപ ഇറങ്ങുക. ആ ബോധ്യത്തോടെ, സ്നേഹത്തോടെ എന്ന് പറഞ്ഞ്, സകലരുടെയും കണ്ണുനീര് അവിടുന്ന് തുടച്ചു മാറ്റും. തന്റെ ജനത്തിന്റെ അപമാനം ഭൂമിയിൽ എല്ലായിടത്തുനിന്ന് നീക്കിക്കളയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം അത്ഭുതകരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ഈ 2024 നമ്മൾ പ്രവേശിക്കുമ്പോൾ ദൈവം തരുന്നൊരു ഒരു വാഗ്ദാനം, നിന്റെ കണ്ണുനീര് തുടച്ചു നീക്കും. പുറപ്പാട് 6:6 അവിടുന്ന് പറഞ്ഞു, ആകയാൽ ഇസ്രായേൽ മക്കളോട് നീ പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ഈജിപ്ത് നിന്റെ മേൽ വെച്ച ഭാരം ഞാൻ നീക്കിക്കളയും, നിന്നെ ഞാൻ മോചിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം പറയാണ്, ആകയാൽ ഇസ്രായേൽ മക്കളോട് നീ പറയുക. എന്താ പറയേണ്ടത്? കർത്താവ് പറയാണ്, കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്ത് നിങ്ങളുടെ മേൽ വെച്ച ഭാരം ഞാൻ നീക്കിക്കളയും, നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ചിന്തിക്കുക, എപ്രകാരമാണ് ഇത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സംഭവിക്കുന്നത്? അല്ല, ഇതൊക്കെ നമ്മൾ സംഭവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് ഇത് യാഥാർത്ഥ്യമായി തീരുക? ലൂക്ക 1:35 വചനം പറഞ്ഞു,
പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഹല്ലേലൂയ. വലതേരോടുത്ത് നമുക്കറിയാവുന്ന വചനം എല്ലാവരും ഒന്ന്, കുടുംബങ്ങളിൽ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര് എല്ലാവരും ഒന്ന് ചേർന്ന് പറയുക, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഹല്ലേലൂയ. അപ്പൊ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ ഒരു വീൺമഴയ്ക്ക് വേണ്ടി ഈ രാത്രിയിൽ നമ്മൾ ദാഹത്തോടെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ഒരു വീൺമഴ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണം. ഹല്ലേലൂയ. ആത്മാവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോ, അതുകൊണ്ടാണ് സങ്കീർത്തനം 77 തിരുവചനം പറയുന്നു, അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖകാരണമെന്ന് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ അത്യുന്നതന്റെ ശക്തിയായ പരിശുദ്ധാത്മാവ് നമ്മൾ അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ കാണുകയാണ്. ഇതുപോലെ കണ്ണുനീര് കുതിർന്ന ജീവിതങ്ങൾ, അപ്പോസ്തലന്മാര്, ഭയചകിതരായവര്, യഹൂദരെ ഭയപ്പെട്ടിരുന്നവര്, ഒളിച്ചിരുന്നവര്, അവിടെ മേൽ ഒരു കൊടുങ്കാറ്റ് കടന്നു വരിക. ജെറുസലേം ഇന്നോളം കാണാത്ത കാറ്റ്. ആ കാറ്റില് നാശനഷ്ടങ്ങളില്ല, പക്ഷേ ആ കാറ്റിനുള്ളിൽ ഒരഗ്നിയുണ്ട്, അതിൽ തീനാവുണ്ട്. സ്വർഗത്തിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവ് വിൺമഴയായി ആ സമൂഹത്തിന്റെ മേൽ പെയ്തിറങ്ങി. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് ദാഹത്തോടെ സ്നേഹത്തോടെ പരിശുദ്ധാത്മാവിനെ നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, മുമ്പോട്ടുള്ള ജീവിതം ആത്മാവിന്റെ ജീവിതമാക്കി മാറ്റണം. എൻ്റെ കുടുംബം ആത്മാവിന്റെ വഴിയിലൂടെ നടക്കണം. എൻ്റെ വ്യക്തി ജീവിതമോ കുടുംബമോ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വഴികാട്ടിയായി മാറണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നയിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഏറ്റെടുക്കണം. ആ ഒരു ആഗ്രഹം നമ്മളിൽ ഉണ്ടാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. നമ്മളിപ്പോൾ ആഗ്രഹിക്കുകയാണ്, ദൈവമേ, പരിശുദ്ധാത്മാവിനെ നീ എന്നിലേക്ക് അയക്കണം. ഒരു ഉന്നതമായ അഭിഷേകം എനിക്ക് വേണം. ഒന്ന് കണ്ണുകളടയ്ക്കാം. നമ്മുടെ പ്രശ്നങ്ങൾ നിരവധിയാണ്. ഇവിടെ നിൽക്കുന്ന ഓരോ വ്യക്തിക്കും ഒന്നോ അതിലധികമോ അല്ലെങ്കിൽ അനവധി വിഷയങ്ങളുണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം, രോഗങ്ങളുണ്ടാകാം. ചിലർ മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നു, ചിലർ ജീവിത പങ്കാളിയെക്കുറിച്ച് വ്യസനിക്കുന്നവരുണ്ട്, ചിലർ സാമ്പത്തിക മേഖലയിൽ തകർന്നു നിൽക്കുന്ന കോടികളുടെ കടഭാരമാ. കർത്താവേ, മനുഷ്യൻ എന്നെ സഹായിക്കാൻ പറ്റില്ല, എല്ലാ വഴികളും അടഞ്ഞ് എന്ന് ഈ രാത്രിയിൽ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഈ ശുശ്രൂഷ നീ സമ്മതിക്കുന്നുണ്ടോ? നിന്റെ ജീവിതത്തിന്റെ അടഞ്ഞ വഴികൾ ദൈവം തുറന്നു തരാൻ പോകുക, ദൈവം തുറന്നു തരാൻ പോകുക. പ്രിയപ്പെട്ടവരെ, ആ വിജാതീയ സമൂഹത്തിന് മുമ്പിൽ കൊർന്നേല്യോസിന്റെ ഭവനത്തില് പത്രോസ് വചനം പറഞ്ഞപ്പോ ആ വിൺമഴ അവിടെയും പെയ്തിറങ്ങി. അതെ, നീ നിൽക്കുന്ന ഈ ഇടത്ത് ഈ രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഒരു പെരുമഴ പോലെ നിന്റെ മേൽ പെയ്തിറങ്ങാൻ പറ്റും. നിന്റെ പ്രശ്നങ്ങളുടെ മേൽ ചവിട്ടി നടക്കുവാൻ, ജീവിക്കുവാൻ ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിലേക്ക് ദൈവം തുറന്നു തരും. എല്ലാവരും കണ്ണുകളടച്ച് രണ്ട് കരങ്ങളും ഉയർത്തുക, രണ്ട് കരങ്ങളും ഉയർത്തുക. കരത്തിന്റെ മുട്ടുകളൊക്കെ നന്നായി നുവരട്ടെ. എല്ലാവരും കരമുയർത്തി വലിയ ദാഹത്തോടെ പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ആരാധിക്കട്ടെ. അതരം തുറക്കട്ടെ, അതരം തുറന്ന് അതരത്തിന്റെ കെട്ടുകൾ അടിയട്ടെ, അതരത്തിന്റെ കെട്ടുകൾ അടിയട്ടെ. യേശുനാമം വിളിക്കട്ടെ. അതരം തുറന്ന് വിളിക്കുന്നു, യേശുവേ, എല്ലാവരും ചേർന്ന് ആരാധിക്കുക. ഈശോയെ വിളിക്കുക. മത്തായി 3:11 വചനം പറയുന്നില്ലേ? അവൻ പരിശുദ്ധാത്മാവിനാൽ അഗ്നിയാൽ നിങ്ങളെ സ്നാനപ്പെടുത്തു. യേശുവേ, ഈശോയെ, ഈശോ, ഈശോ, പരിശുദ്ധാത്മാവേ, വഴി തുറക്കണമേ, വഴി തുറക്കണമേ, അഭിഷേകം അയക്കണമേ. സ്വർഗം തുറക്കപ്പെടട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ, ദൈവശക്തി വെളിപ്പെടട്ടെ. ഞങ്ങൾക്ക് പുതിയൊരു അഭിഷേകം വേണം. പരിശുദ്ധാത്മാവേ, ഈശോയെ, ഞങ്ങളുടെ മേലുള്ള അഭിഷേകത്തെ ഉണർത്തണമേ. ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവിനെ ഉണർത്തണമേ.
പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളൊക്കെ ഒന്ന് താളത്തിലടിച്ച് എല്ലാവരും ഒന്ന് ചേർന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിൺമഴ പൊഴിച്ച് ദാസരൻ അനിച്ച പരിശുദ്ധാത്മാവേ, ഇന്ന് അതേ പ്രവൃത്തി ഈ കാലയളവിൽ ഇപ്പോൾ ഇവിടെ എന്നെ സംഭവിക്കണം. പരിശുദ്ധാത്മാവേ, ആ അഭിഷേകം എന്നിലേക്ക് പകരണം. എന്റെ കുടുംബത്തിലേക്ക് ആ ചലനം ഉണ്ടാവണം. പരിശുദ്ധാത്മാവേ, എന്റെ കുഞ്ഞുങ്ങൾ വിദൂരസ്ഥാന ദൈവമേ, അവരിലേക്ക് ഈ ആത്മാവ് ഒഴുകണം. എന്റെ പ്രിയപ്പെട്ടവർ ലോകത്തിന്റെ ഏത് കോണുകളായിക്കോട്ടെ, അവിടേക്ക് പരിശുദ്ധാത്മാവിന്റെ മഴ പെയ്തിറങ്ങുമ്പോ എല്ലാ അസാധ്യതകളെയും ആത്മാവ് ഒരു നിമിഷം കൊണ്ട് അതൊരു സാധ്യതയാക്കി മാറ്റുക. ആ ബോധ്യത്തോടെ കരമടിച്ച് എല്ലാവരും ചേർന്ന് വിൺമഴ പൊഴിച്ച് ദാസരെ നനച്ച് വിളവെടുത്തിടണേ ആത്മാവേ, വിളഭൂമിയിൽ നീ നീർച്ചാല് തെളിച്ച് ഫലമേ ഈടണേ ആത്മാവേ. ചേർന്ന് പാടാം. ആത്മശക്തിയാൽ കരുത്തേകണേ, വിളവെടുപ്പിൻ കാലമല്ലേ, നൂറുമേനി വിളയാൻ വളമേകണേ. ആപത്തോ പട്ടിണിയോ നഗ്നതോ വന്നാൽ, പീഡങ്ങളോ കുരിശുകളോ ജീവൻ തന്നെ പോയാലും രക്ഷകനാമേശുവിൻ സാക്ഷിയായി തീർന്നിടാം. പീഡകളിൽ തകരാത്ത ചങ്കുറപ്പു നേടിടാം. ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ. ആപത്തോ പട്ടിണിയോ നഗ്നത പോലും വന്നാലും, പീഡങ്ങളോ കുരിശുകളോ ജീവൻ തന്നെ പോയാലും രക്ഷകനാമേശുവിൻ സാക്ഷിയായി തീർന്നിടാം. പീഡകളിൽ തകരാത്ത ചങ്കുറപ്പു നേടിടാം. ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ. രണ്ട് കരങ്ങളും ഒരിക്കൽ കൂടി ഉയർത്തുക. എന്റെ ദൈവമേ, ആപത്തോ പട്ടിണിയോ നഗ്നതയോ ആളോ ദുരിതമുണ്ടായ എന്റെ യേശുവിന്റെ സ്നേഹത്തിൽ നകലാതെ നിൽക്കുന്ന ഒരാത്മീയ അഭിഷേകം എനിക്ക് നൽകണമേ. ഏത് കരമുയർത്തി ജീവിത പ്രതിസന്ധികളെ ഓർത്ത്, ജീവിതത്തിന്റെ തകർച്ചകളെ ഓർത്ത്, പ്രതികൂലങ്ങളെ ഓർത്ത് യേശുവേ എന്ന് വിളിച്ചാരാധിക്കാം. യേശുവേ, എന്റെ ഈശോ, യേശുവേ. ജീവിതത്തിന്റെ ബലഹീനതകളെ ഓർത്ത് നമുക്ക് ആരാധിക്കാം. എല്ലാ തകർച്ചകളെ സമർപ്പിക്കാം പ്രിയരെ. രോഗപീഠകളെ ഓർത്ത് ആരാധിക്കാം. ഹല്ലേലൂയ. ജീവിതഭാരങ്ങളെ സമർപ്പിക്കുക. മക്കളെ കുറിച്ചുള്ള നൊമ്പരങ്ങള്, അവരുടെ വഴിതെറ്റിയ ജീവിതത്തെ കുറിച്ചുള്ള നിന്റെ കണ്ണുനീര് ഈ രാത്രി ദൈവസന്നിധിയിൽ ഒഴുകട്ടെ. യേശുവേ, യേശുവേ, ഈശോ. കരങ്ങൾ താഴ്ത്തി കരമടിച്ച് പോർച്ചട്ട ധരിച്ചിടാം, സത്യം കൊണ്ട് അരമുറുക്കി മുന്നേറാം. വചനത്തിൽ വാളെടുത്ത് വീശിടാം, തിന്മകളെ വെട്ടി അറിഞ്ഞിടാം.
നാം യേശുവിൻ സാക്ഷിയായി തീർന്നിടാം. വീടുകളിൽ തകരാത്ത ചങ്കുറപ്പു നേടിടാം. ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ. ആപത്തോ പട്ടിണിയോ നഗ്നത പോലും വന്നാലും പീഡകളോ കുരിശുകളോ ജീവൻ തന്നെ പോയാലും നാം യേശുവിൻ സാക്ഷിയായി തീർന്നിടാം. വീടുകളിൽ തകരാത്ത ചങ്കുറപ്പു നേടിടാം. ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ. ഇരുവശങ്ങളിലേക്ക് കരങ്ങളൊന്നടിക്കാമോ? ഇടതുവശത്തേക്കും വലതുവശത്തേക്ക് കരങ്ങളൊന്നടിച്ച് ഒന്ന് പരസ്പരം നോക്കിയൊക്കെ പുഞ്ചിരിച്ച് എല്ലാവരും ഒന്ന് പരസ്പരം സ്നേഹിച്ച് വീണ്ടും വലിയ ഉണർവോടെ ആരാധിക്കുക. പ്രിയമുള്ളവരെ, ഇത് വിശ്വാസത്തിന്റെ ജീവിതമാണ്. പരിശുദ്ധാത്മാവിലുള്ള ഒരു ജീവിതമാണ്. ദൈവത്തിന് തീരെഴുതി ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരു സമയമാണ്. പ്രിയമുള്ളവരെ, രോഗങ്ങളോ ദുരിതങ്ങളോ പട്ടിണിയോ ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, അതിന്റെ മുകളിൽ ജീവിക്കാനുള്ള വിശ്വാസത്തിന്റെ കരുത്ത് നൽകുന്ന ദൈവത്തെ കണ്ടുകൊണ്ട് രണ്ട് കരമുയർത്തി ഒരിക്കൽ കൂടി വിളിക്കാമോ? യേശുവേ, എന്റെ യേശുവേ, കരമടിച്ച് പരസ്പരമൊക്കെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് ശക്തിപ്പെടുത്തി വിശ്വാസത്തിന്റെ പരിചയം നമ്മൾ എടുക്കാൻ പോവുക. ആ ബോധ്യത്തോടെ ഉണർവോടെ ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ട് നിറയ്ക്കണമേ. പരസ്പരം ഒന്ന് മുഖത്തേക്ക് നോക്കി ഒന്ന് പാടിക്കേ. അടുത്തേക്ക് നോട്ടെ, മുഖത്തേക്ക് ഒന്ന് ഒരിക്കൽ കൂടി ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മാവിനെ കിട്ടണം. അഭിഷേകം ഇത് ഉണരണം. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ട് നിറയ്ക്കണമേ. ദൈവത്തിന്റെ തേജസ്സിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി. എങ്ങനെ? ദൈവത്തിന്റെ തേജസ്സിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ട് നിറയ്ക്കണമേ. പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ. പാപത്തിന്റെ എല്ലാ അന്ധകാരവും ചേർന്ന് പാടാം. എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ട് നിറയ്ക്കണമേ. ആത്മാവേ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ട് നിറയ്ക്കണമേ. വിശ്വാസത്തിൽ പരിച എടുത്തിടാം. സുവിശേഷ പാദരക്ഷ ധരിച്ചിടാം. വിശ്വാസത്തിൽ പരിച എടുത്തിടാം. സുവിശേഷ പാദരക്ഷ ധരിച്ചിടാം. വിശ്വാസത്തിൽ പരിച എടുത്തിടാം. സുവിശേഷ പാദരക്ഷ ധരിച്ചിടാം. പരസ്പരം നോക്കി പറഞ്ഞിരിക്കേ. പരസ്പരം സുവിശേഷ പാദരക്ഷ ധരിച്ചിടാം. രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞിടാം. സാത്താന്റെ കോട്ടകൾ തകർത്തിടാം. രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞിടാം. സാത്താന്റെ കോട്ടകൾ സാത്താന്റെ കോട്ടകൾ തകർത്തിടാം. നിലവെടുപ്പിൻ കാലമല്ലേ നൂറുമേനി വിളയാൻ വലമെകളെ. വിളവെടുപ്പിൻ കാലമല്ലേ പരച്ചൊടി നിൽക്കാൻ പ്രളയങ്ങളെ. കരമുയർത്തി ആപത്തോ പട്ടിണിയോ നഗ്നത പോലും വന്നാലും പീഡകളോ
യേശുവിൻ സാക്ഷിയായി തീർന്നിടാം. വീടുകളിൽ തകരാത്ത ചങ്കുറപ്പു നേടിടാം. ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ. ആപത്തോ പട്ടിണിയോ നഗ്നത പോലും വന്നാലും, പീഡകളോ കുരിശുകളോ ജീവൻ തന്നെ പോയാലും, രക്ഷകനാം യേശുവിൻ സാക്ഷിയായി തീർന്നിടാം. വീടുകളിൽ തകരാത്ത ചങ്കുറപ്പു നേടിടാം. ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ. രണ്ട് കരമുയർത്തി വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, 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 ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ. ആത്മാവിന്റെ ശക്തി വെളിപ്പെടട്ടെ, ആത്മാവിന്റെ ശക്തി വെളിപ്പെടട്ടെ. സാന്നിധ്യം വെളിപ്പെടുന്നു, സാന്നിധ്യം വെളിപ്പെടുന്നു. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, 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 പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ജീവിതം സമർപ്പിച്ച് ആത്മാവിന്റെ ജീവിതം അടിയറ വെച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലാ 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 റിയാ റിയാ റിയാ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണുകളൊന്ന് അടക്കി. ഞാൻ 3:7 അവിടുത്തെ സന്ദർശനത്താൽ അവർ പ്രശോഭിക്കും. വൈക്കോല് തീപ്പൊരിയുന്ന പോലെ അവർ കത്തിപ്പടരും. അവന്റെ സാന്നിധ്യം വരുമ്പോ, അവന്റെ സാന്നിധ്യം വരുമ്പോ വൈക്കോല് തീപ്പൊരി എങ്ങനെ കത്തിപ്പടരുന്നു, അതുപോലെ അതുപോലെ നീ കത്തിപ്പടരും, നീ കത്തിപ്പടരും. ആത്മാവ് നിന്നെ കത്തിക്കാൻ തുടങ്ങും. ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുക, ഉണർന്ന് പ്രശോഭിക്കുക. നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. കർത്താവിന്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ആ സാന്നിധ്യത്തോട് ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കുക, ആരാധിക്കുക, ഹൃദയത്തിൽ നന്ദി സ്തുതിയും പറയുക, ആത്മാവിന് ജീവിതം വിട്ടുകൊടുക്കുക. പരിശുദ്ധാത്മാവേ, ഞാനല്ല പരിശുദ്ധാത്മാവേ, എൻ്റെ യുക്തിയോ ഭുക്തിയോ അറിവോ കഴിഞ്ഞ കാല എക്സ്പീരിയൻസ് അല്ല, നീ മതി എനിക്ക്. നിന്റെ ജ്ഞാനം, നിന്റെ ഹിതം എനിക്ക് വെളിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, അവനോട് ചേർന്ന് നിൽക്കുക. ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ഈശോയെ ഒന്ന് സ്നേഹിച്ച് നിന്നേ. കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായൊരു ഗോപുരം, നീതിമാൻ അതിൽ ഓടിക്കേറി സുരക്ഷിതനായി ചേർന്ന് നിൽക്കുക. 2 സാമുവേൽ 22:33 തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നില്ലേ? ദൈവമാണ് എൻ്റെ സുശക്തമായ സങ്കേതം, എൻ്റെ മാർഗം അവിടുന്ന് സുരക്ഷിതമാക്കുന്നു. 34 സങ്കീർത്തനത്തിൽ നമ്മൾ കാണുകയാണ്, കർത്താവേ, കുരുകിൽ പക്ഷി അതിൻ്റെ കൂടും, അതിൻ്റെ കുഞ്ഞുങ്ങളുടെ കൂട് അങ്ങയുടെ ബലിപീഠത്തിനടിയിൽ കണ്ടെത്തുന്നുവല്ലോ. എൻ്റെ രാജാവും ദൈവവുമായ കർത്താവേ, നീയാണ് എൻ്റെ സങ്കേതമേ, നീയാണ് എൻ്റെ അഭയം കർത്താവേ. ആ കർത്താവിനോട് ചേർന്ന്, സാന്നിധ്യത്തോട് ചേർന്ന്, മറ്റാരെ ശ്രദ്ധിക്കരുത്. എൻ്റെ ഹൃദയം യേശുവിന് കൊടുത്തേ, ഈശോയ്ക്ക് കൊടുത്തേ. ഈശോയെ മാത്രം ശ്രദ്ധിക്കുക, ഈശോയെ മാത്രം എൻ്റെ ഉള്ളിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുക. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയുമാ ദൈവമേ, നീ എൻ്റെ പ്രാണനാഥന, നീ എൻ്റെ ദൈവമാ. മറ്റൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഈശോ, മറ്റൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥനും എൻ്റെ ദൈവവും നീ മാത്രമായി ഈശോ. ഹൃദയം കൊണ്ട് അവനൊന്ന് ആരാധിക്കാമോ? ആരാധിക്കാമോ? ഈശോ, നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. നീ സങ്കേതവും നീ
ഒരിക്കൽ കൂടി ആവർത്തിക്കാമോ? ഈശോയെ കണ്ട് സ്നേഹിച്ച് മതി വരാതെ ആ സാന്നിധ്യത്തിൽ അലിഞ്ഞ് നമ്മളെ ഒന്ന് വിട്ടുകൊടുത്തേ, ഒന്ന് വിട്ടുകൊടുത്തേ. നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം നീ എൻ്റെ സങ്കേതവും എല്ലാവരും ചേർന്ന് പാടി ആരാധിക്കാം. നീ എൻ്റെ കോട്ടയും അതരങ്ങൾ തുറന്ന് ചേർന്ന് പാടി. നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ സർവവുമാ അടിയനിതാ നിന്നെ തന്നെ താഴ്ത്തി ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനിൻ സർവ്വവുമായി അടിയനിതാ കർത്താവേ, അടിയനിതാ. അടിയനിതാ കർത്താവേ. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, ചേർന്ന് പാടാം. അടിയനിതാ ദേവാ, അടിയനിതാ ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തി. മുഖം ജീവകാലമെല്ലാം ഈശോയെ മാത്രം കണ്ട് സേവിച്ചിടും ഞാൻ സർവ്വവുമാ അടിയനിതാ ഈശോയെ അടിയനിതാ കർത്താവേ. അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ കർത്താവേ. വീണ്ടും രണ്ട് കരമൊന്ന് നെഞ്ചോട് ചേർക്കാം. ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുക. ഈശോ നിന്റെ തൊട്ടടുത്തുണ്ട്. പ്രിയ ദൈവ പൈതലേ, നിന്നെ വാരിപ്പുണരുവാൻ വെമ്പൽ കൊള്ളുന്ന കർത്താവ് നിന്റെ അടുത്ത് നിന്നോട് ചേർന്ന് നിൽക്കുന്ന സമയമാണ്. ഈശോയോട് പറയാം, നീ എൻ്റെ രക്ഷകനാണ് കർത്താവ്, നീ എൻ്റെ വൈദ്യനും, നീ എൻ്റെ ആലംബവും, നീ എൻ്റെ ദൈവമാണ്. അങ്ങല്ലാതെ എനിക്ക് ആരുമില്ല ഈശോ, അങ്ങല്ലാതെ എനിക്ക് ആരുമില്ല ഈശോ. എന്നെ രക്ഷിക്കുവാൻ, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ, ഒന്ന് ചേർത്ത് പിടിച്ച് ബലമേകുവാൻ അങ്ങല്ലാതെ ആരുമില്ല കർത്താവേ. ഞാൻ അകപ്പെട്ടിരിക്കുന്ന കെണികളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ അങ്ങല്ലാതെ ആരുമില്ല ഈശോ. ജീവിതം ഒന്ന് താഴ്ത്തിക്കൊടുത്ത്, താഴ്ത്തി സമർപ്പിച്ച് യേശു കടന്നു വരും.
ഈശോടേക്ക് ഇറങ്ങി വരിക. ചേർന്ന ജീവിതം സമർപ്പിക്കും. നീ എൻ്റെ വൈദ്യനും, നീ എൻ്റെ ആലംബം, നീ എൻ ദൈവം. ചേർന്ന് പാടാ ഹൃദയപൂർവ്വം. നീ എൻ്റെ രക്ഷകനും, നീ എൻ്റെ വൈദ്യനാണ് നീ കർത്താവേ. എൻ്റെ വൈദ്യനും, നീ എൻ്റെ ആലംബം. നീ എൻ്റെ ആലംബവും, നീ എൻ ദൈവം. നീ എൻ ദൈവം. രണ്ട് കരമുയർത്തി ജീവിതം താഴ്ത്തി ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ സർവ്വവുമായി. ചേർന്ന് പാടാം. അടിയനിതാ. ദൈവത്തിനു മുമ്പിൽ ജീവിതം സമർപ്പിച്ച് ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ സർവ്വവുമായി. അടിയനിതാ. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. അടിയനിതാ ദേവാ, എല്ലാവരും ചേർന്ന് എല്ലാം യേശുവിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്ത് അടിയനിതാ കർത്താവേ. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ. അടിയനിതാ ദേവാ. യേശുവിനെ നോക്കിയൊന്ന് വിളിച്ചേ അടിയനിതാ കർത്താവേ. രണ്ട് കരമുയർത്തി, രണ്ട് കരമുയർത്തി ജീവനും ജീവിതം അവനെ സമർപ്പിച്ച്, നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ യേശുവിനെ സമർപ്പിച്ച്, ദൈവമേ അടിയനിതാ തിരുമുമ്പിൽ, അടിയനിതാ തിരുമുമ്പിൽ നിൽക്കുന്നു ഈശോ. അടിയനും അടിയന്റെ കുടുംബവും ഇതാ, ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇതാ ഈശോ. എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കണമേ. എല്ലാം ദൈവ തിരുമുമ്പിൽ അടിയറ വെച്ച് രണ്ട് കരമുയർത്തി വിളിക്കുന്നു യേശുവേ, എന്റെ ഈശോ. ഹൃദയം നുറുങ്ങി അവനെ വിളിച്ച്, കണ്ണീരോടെ അവനെന്ന് വിളിച്ച്, തകർന്ന ജീവിതത്തിലേക്ക് യേശുവിനെ വിളിച്ച്, നിന്റെ പ്രശ്നങ്ങളിലേക്ക് യേശുവിനെ വിളിച്ച്, നിന്റെ ജീവിതം യേശുവിന് അടിയറ വെച്ച്, ഇതാ കർത്താവേ ഞാൻ നിലം പറ്റ വീണ് കിടക്കുന്നു. ദൈവമേ അടിയനെ കാണണമേ, അടിയനെ തള്ളരുതേ ഈശോ. എന്റെ യേശുവേ, യേശുവേ, ഹല്ലേലൂയ. ഈശോ, യേശുവേ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് ഈശോയുടെ ഹൃദയത്തിൽ പറയാം, അടിയനിതാ കർത്താവേ, ഞാൻ നിനക്ക് സ്വന്തമാണ്, ഞാൻ നിനക്ക് സ്വന്തമായി ഈശോ. അടിയനിതാ ഈശോ, ദേവാ, ഈശോ. അടിയനിതാ ദേവാ, അടിയനിതാ കർത്താവേ, അടിയനിതാ ദേവാ.
ഇരിക്കാം.